നമ്മുടെ കൂട്ടത്തില് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കൂട്ടുകാരനില്ലേ? ചിലപ്പോൾ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇങ്ങനെ കുഞ്ഞു കാര്യത്തിന് ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ ഒക്കെ നൽകേണ്ടതുണ്ടോ? ഇങ്ങനെ ജെനുവിനിറ്റി തെളിയിക്കേണ്ടതുണ്ടോ? എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. പക്ഷെ എന്തുകൊണ്ട് അവരങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് അറിയാവോ? അതാണ് ട്രോമ റെസ്പോൺസ്. അതായത് ജീവിതത്തിൽ പലതവണ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അവര്. അത് അവരറിയാത്ത കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും അവര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കില് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അങ്ങനെയുള്ളവര്. അതുകൊണ്ടാണ് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് വരെ അവരവരുടെ ജെന്യുയിനിറ്റി തെളിയിച്ച് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് അവര് ശ്രമിക്കുന്നെ. അങ്ങനെയുള്ളവരെ ഒരിക്കലും കൈയിട്ട് കളയരുത് ട്ടോ. കാരണം അവര് നിങ്ങടെ ലൈഫില് കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ പോലെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ജെന്യുയിൻ ആയിരിക്കും അവര്. അതായത് ആ കുഞ്ഞി കാര്യത്തിന് പോലും അത്രയും അധികം ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുവോ എന്നൊക്കെ അവര് പേടിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെയാ. അങ്ങനെ ആരെങ്കിലും ലൈഫിലുണ്ടെങ്കില് അവരെ കേട്ടിരിക്കാൻ ഒരു കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണേ. അല്ലെങ്കിൽ അവരങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ വരുമ്പോ അങ്ങനെയൊന്നുമില്ലടാ, അതൊക്കെ എനിക്ക് മനസ്സിലാവും, നിന്നെ എനിക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ പറയാനായിട്ടുള്ളൊരു ഒരു മനോഭാവം നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം എപ്പോഴും വേണമെങ്കിലും പിടിവിട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമോ, ഞാൻ അവന്റെ അടുത്തുനിന്ന് അകന്നു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു വലിയ പേടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാ. അവരെപ്പോ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകാനൊക്കെ സാധ്യതയുള്ള മനുഷ്യരാ. അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങള് ചെയ്യാൻ നിങ്ങളായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു വാതിലായിരിക്കും അവരുടെ മുമ്പിൽ. സോ അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യോ?